ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കുട്ടികളെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഇനിയും വെക്കേഷൻ സമയമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം എൻ്റെ കൂടെ എപ്പോഴും കുട്ടികളുണ്ട്, മിക്കപ്പോഴും ഉണ്ട്. ചില സമയങ്ങളിൽ അവരെ വിട്ട് അവർ തിരുവനന്തപുരത്താണ്, എൻ്റെ മോളുടെ മക്കളാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിക്കവാറും ഒരു 5 വയസ്സ് ഒക്കെയുള്ള സമയം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ എപ്പോഴും പറയും ഈ പ്രായമുള്ളവരുടെ കൂടെ കുട്ടികളെ നിർത്തിയാൽ ശരിയാകത്തില്ലെന്ന്. അത് ഒരു പരിധി വരെയും ശരിയാണ്, ഒരു പരിധിയല്ല, 100% ശരിയാണ്. പക്ഷെങ്കിൽ വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മക്കളൊക്കെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് പോകും. അപ്പം അവർക്ക് വേറെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിലും നല്ലത് അമ്മമ്മയൊക്കെ എല്ലാവർക്കും. അത് എന്തുകൊണ്ടും അങ്ങനെ ആയിരിക്കും. ഞാൻ ഒരമ്മമ്മയാണ്. അപ്പം ഞാനൊക്കെ നോക്കുമ്പം കുറച്ചുകൂടെ സുരക്ഷിതത്വം അവർക്ക് കിട്ടും. പക്ഷെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ഞങ്ങളുടെയൊക്കെ ഈ ഏജ് എപ്പോഴും കുട്ടികളുടെ കൂടെ പറ്റുന്ന ഒരു ഏജല്ല. എപ്പോഴും പ്രശ്നങ്ങളെ, വിഷമങ്ങളെ, രോഗങ്ങളെ, മിക്കവരിലും രോഗങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾക്ക് അറിയാതെ വന്നു പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇവരെപ്പോഴും കിടന്ന് അലക്കുക, വിളിക്കുക, ഇവരുടെ നിർബന്ധങ്ങളെ, അങ്ങനെ ആ രീതികളൊന്നും ഈ പ്രായമുള്ളവർക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. അവരോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല ഈ സംഭവിക്കുന്നത്. ഒന്നും അങ്ങോട്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ അതിന് ചെയ്യുന്നത്, ഞാൻ കുറച്ച് പൊടിക്കൈകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നെപ്പോലെ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ അവരെ പോലെ ഒരാളാകാൻ അങ്ങ് ശ്രമിക്കും. കാര്യം മറ്റൊക്കെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ അവർ വേസ്റ്റ് ആകുകയുള്ളൂ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചിരിക്കുക, കളിക്കുക. ചിലപ്പോൾ നമ്മളോട് ശല്യം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മോനെ മാറിപ്പോവും, അമ്മമ്മയ്ക്ക് കുറച്ച് സമയം ഇവിടെ ഒന്ന് കിടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല. ഒരു 10 മിനിറ്റത്തേക്ക് അവരൊന്ന് മാറിപ്പോവും. അപ്പോൾ വീണ്ടും അതേ രൂപത്തിൽ അവർ ചാടിയും കളിച്ചും ബഹളം ഉണ്ടാക്കിയും തിരിച്ചു വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങ് മാറാൻ തീരുമാനിച്ചു. ഞാൻ അവരുടെ കൂടെ ഉള്ള സമയങ്ങളിൽ രാവിലെ, അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ആളാണ്. 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. വീട്ടിലെ ഇവരുള്ള ദിവസം രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം ഞാൻ തീർക്കും. എന്നിട്ട് ഞാൻ അവരുടെ കൂട്ടത്തിലൊരാളാകും. അവർ കളിക്കണമെങ്കിൽ അവരുടെ കൂടെ കളിക്കും. അവർ വഴക്ക് പറയുന്നതൊക്കെ കൂടുതലും എൻ്റെ ഭാഗത്തുനിന്ന് കുറവായിരിക്കും. അവരെ പോലെ തന്നെ ചാടുകയും കളിക്കുകയും മറിയുകയും എല്ലാം ഞാനങ്ങ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ഞാനിതൊന്നും അറിയുന്നില്ല. വിഷമങ്ങളുണ്ടെങ്കിലും ഇവരുടെ കൂടെ കുറച്ച് നേരം കൂടിക്കഴിഞ്ഞാൽ നമ്മളിതൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും. കുറേ ദിവസങ്ങൾ കഴിയുമ്പം, ഇപ്പോൾ കൊളസ്ട്രോള്, എനിക്കൊക്കെ 60 വയസ്സ് കയറിയ ആളാണ്. അപ്പോൾ എനിക്കൊക്കെ കൊളസ്ട്രോള്, പ്രഷറ്, ഷുഗർ, അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ. എനിക്കിതൊന്നും ഇതുവരെയും പിടിച്ചിട്ടില്ല. അപ്പം അതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കങ്ങ് ദേഷ്യം, കാര്യങ്ങളെ, അത് തന്നെയല്ല, ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. സാമ്പത്തിക ബുദ്ധിമുട്ട്, നമുക്ക് മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട. അവരോട് ഈ 5 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തോ പറയാനാ? അത് അവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അവരെ പോലെ ഒരാളായി അവരുടെ കൂടെ കളിക്കാനും ചാടാനും ഒക്കെ ഇറങ്ങുക എന്ന് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ പണിയെല്ലാം ചേർത്ത് കഴിച്ചു വെച്ച് ഇതെല്ലാം ചെയ്യും. പിന്നെ ഇവരുടെ ആഹാര രീതി എല്ലാം എനിക്ക് പറഞ്ഞു തീർക്കാൻ അതിനുള്ള സമയമില്ല. ഞാൻ എല്ലാം കുറച്ചായിട്ട് ഞാൻ പറയാം. ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനന്തൻ ഇപ്പോൾ 8ാം വയസ്സിലോട്ട് കടന്നു. അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ 2 വയസ്സായിരുന്നു. അവനെ കുപ്പിയിലെല്ലാം അരച്ച് കലക്കി കുടിച്ച് ഇങ്ങനെ വരുന്ന ഒരാളായിരുന്നു. അത് ഞാൻ മാറ്റിയെടുത്തത്, ഞാൻ അവനെ അടുക്കളയിലൊക്കെ എൻ്റെ എളിയലൊക്കെ വെച്ച്, തുളത്തുമൊക്കെ വെച്ച് ഞാനിങ്ങനെ അടുക്കളയിൽ ഓരോ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഓരോന്ന് അവിയലൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെന്ത് ഉപ്പും പുളിയൊക്കെ ചേർത്തതിന് ശേഷം അരപ്പിടുന്നതിന് മുമ്പ് ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ തിന്നാൻ തുടങ്ങും. ഞാൻ തിന്നുമ്പം എനിക്കറിയാം ഇവൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു, ഇവനിത് വേണം. കുഞ്ഞല്ലേ, 2 വയസ്സുള്ള കുഞ്ഞാകുമ്പോൾ അവന് വേണം. ഞാൻ പക്ഷേ കൊടുക്കത്തില്ല.
ഇവന് ഒരുപാട് ആഗ്രഹം ഉണ്ട്, അവൻ്റെ വായിൽ നിന്ന് വെള്ളം ഊറി എൻ്റെ ദേഹത്തോട്ട് വീഴുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഒരെണ്ണം എടുത്ത് വെച്ച് കൊടുക്കുമ്പം അവനത് തിന്നും. അവൻ കുപ്പി കുടിച്ചാതെ അവന് പരിചയമുള്ളൂ, പക്ഷേ അത് ഞാൻ മാറ്റുകയാണ്, ഞാൻ അങ്ങനെ മാറ്റിക്കൊണ്ട് വരിക. അങ്ങനെ ആയി. അവന് ഇഷ്ടമുള്ള ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു ചേമ്പ് കഷ്ണമായിരിക്കും, എന്തോ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവില്ലാത്തതായതുകൊണ്ട് കുഞ്ഞങ്ങനെ തിന്നും. അപ്പം ഞാൻ അങ്ങ് തിന്നുക. അപ്പോൾ ഇവന് കൊതി കൂടും, ഇവന് പിന്നെയും പിന്നെയും വേണമെന്നുള്ള. അങ്ങനെ ഒരു സ്പൂൺ ചോറ് അങ്ങനെ ചെറുതായിട്ട് കൊടുത്ത് അവൻ്റെ കുപ്പി ഞാൻ എടുത്ത് കളഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. പക്ഷെങ്കിൽ ഞാൻ ഈ ടിൻ ഫുഡുകൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പരുവത്തിലൊക്കെ ഒരു നേരം നമ്മൾ കൊടുക്കുന്ന ആഹാരം, ടിൻ ഫുഡൊക്കെ കൊടുക്കുന്നത് ഒരാഴ്ച നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ, ആ ഒരാഴ്ച നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഒരു നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ അറിയുന്നില്ല. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ആ കുഞ്ഞിന് പിന്നെ ഒന്നുമേ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് കുഞ്ഞ് കൊളസ്ട്രോള്, പ്രഷറ്, ഷുഗർ ഒക്കെ അപ്പോഴത്തേന് അവനെ അങ്ങ് ആകുക. അപ്പം മാതാപിതാക്കൾ ചോദിക്കും ഇവൻ എന്തോ തിന്നിട്ടാ. പക്ഷേ ഇവൻ തിന്നത് ഈ സമയത്ത് തിന്നതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പോഴത്തെ കുട്ടികളെ എൻ്റെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാൽ കല്ലി എന്നാലും ദഹിക്കുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ പറമ്പിൽ കൂടെ നടക്കുന്നു, മാവേ കയറുന്നു, ഇങ്ങനെ പോകും. ഇപ്പോഴേ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചിട്ട് ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ച് കെട്ടി വെച്ചിരിക്കുക. അവർക്ക് ഇത് പോകാനുള്ള ആ ഒരു ഇതില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ഇല്ല. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. 40, 34, 32 വയസ്സുള്ള അവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഈ പ്രായത്തിൽ എല്ലാ സാധനങ്ങളും കഴിക്കാം. അതേപോലെ നിങ്ങളുടെ പ്രായം ഇവരിലെത്തുമ്പോഴും ഈ ഒരു ഇത് കഴിക്കാൻ പറ്റണം. അത് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയുള്ള ആഹാരമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത്. ഈ പുറത്തെ ടിൻ ഫുഡ്, ഈ സ്നാക്സ്, ബേക്കറിയിലെ വറുത്ത പൊരിച്ചത് ഇങ്ങനൊന്നും വേണ്ട. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ആയിക്കോട്ടെ. പ്രോട്ടീനുള്ളത്, പയറുവർഗ്ഗങ്ങൾ കൊടുക്കാം, മുളപ്പിച്ച് കൊടുക്കാം, എല്ലാം ആയിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വല്ലപ്പോഴും വാങ്ങിച്ച് കൊടുക്കണം. പക്ഷേ അവരെ ഈ രുചിയിൽ ഈ ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ ഇവർ ആ രുചി പഠിച്ചു പോകും. പിന്നെ അവരതിൽ നിന്ന് മാറത്തില്ല. പച്ചക്കറി നന്നായിട്ട് കൊടുക്കാൻ ചെറുപ്പം തൊട്ടേ, അത് ഈ 15 വയസ്സിൽ കൊണ്ടുവച്ച് കൊടുത്താൽ അവർ പിന്നെ ഏക്കത്തില്ല. ഈ കുഞ്ഞിലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ അനന്തനെ കിട്ടി. ആ ഒരു പ്രായത്തിൽ തൊട്ടേ ഞാൻ ഇവനെ ശീലിപ്പിച്ചത് കൊണ്ട് അവൻ പച്ചക്കറികളെല്ലാം അങ്ങനെ കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരണം ആ ഒരു രീതിയിലോട്ട്. അതേപോലെ തന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്ന സമയത്തൊക്കെ ഇവനെ തീപ്പെട്ടി ഉരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ പാത്തെടുത്ത് വെച്ചിങ്ങനെ അങ്ങനെ അവൻ്റെ അമ്മ തന്നെയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അത് അവനെ മോനങ്ങ് വിളക്ക് കത്തിച്ചോ എന്ന് പറയും. ഇപ്പം 8 വയസ്സായിട്ട് ഉള്ള അനന്തൻ അവനാണ് വിളക്ക് കത്തിക്കുന്നതും. അവനത് ആ ഒരു ഇൻട്രസ്റ്റിൽ കൂടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദൈവഭയം നമ്മൾ കൊടുക്കണം. അതിപ്പോൾ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഏത് മതത്തിലായാലും നമുക്ക് ഒരു വിലക്ക് അരുതേ എന്നുള്ള അത് കുഞ്ഞുങ്ങളിൽ നമ്മൾ വളർത്തി കൊടുക്കണം. അത് ചെറുപ്പത്തിലേ തൊട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളർന്നു വരുമ്പോഴും ആ ഒരു ദൈവത്തോടുള്ള അടുപ്പം അവരിൽ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളും. നമ്മൾ ഒരു 5 വയസ്സ് അകത്താകുമ്പോഴേക്കും നമ്മൾ കുട്ടികളെ അപ്പം നമുക്ക് വൈകിട്ടൊക്കെ നമ്മൾ ഏതെങ്കിലും സമയത്തൊക്കെ ഇന്ന സമയത്ത് പഠിക്കണം, ഇന്ന സമയത്ത് നമ്മളെ വീട്ടിലെല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരം, ആ ഒരു ടൈം ടേബിൾ പോലെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇന്ന സമയത്ത് അനന്താ വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാണ് മക്കളെ നടന്നത്, അവൻ എന്താണ് ഇൻട്രസ്റ്റ് ഉള്ള ആ വിഷയത്തെ തുടങ്ങണം. അതുപോലെ കുഞ്ഞുകുട്ടി അനന്തൻ്റെ ഇളയ ആയു അവൻ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. എൻ്റെ മക്കളും കൊണ്ടുവരുമായിരുന്നു സ്കൂളിൽ നിന്ന് മറ്റ് പിള്ളേരുടെ സാധനങ്ങളൊക്കെ. ഞാൻ ഇവരെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അവരുടെ കാണുകയാൻ കൊണ്ട് തീക്കകത്തിടും. പിന്നെ അത് ചെയ്യുമോ? ഇത് കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് അവരവിടെ നിർത്തി. ആയു ഇതുപോലെ കൊണ്ടുവരുമായിരുന്നു. അവൻ്റെ അമ്മ ഇതേപോലെ നശിപ്പിച്ച് കളയുവാന്നോ എന്നറിയത്തില്ല, അതിനെയും ചോദിക്കണം. അവനും അവിടെ നിർത്തി. കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇതെല്ലാവരും ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് എൻ്റെ അമ്മച്ചിയൊന്നും പറഞ്ഞ് ഞാനൊന്നും കേട്ടിട്ടില്ല.
പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ചിട്ടകൾ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എൻ്റെ വലിയ മോളും കുഞ്ഞുങ്ങളും ഉണ്ട് തിരുവനന്തപുരത്ത്. എല്ലാവരും തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. അവർ ഈ കഴിഞ്ഞ അടുത്ത സമയങ്ങളിൽ ഇവരൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്, കണ്ടം, തോട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവർ വലിയ മോള് +2ൻ്റെ പരീക്ഷ എഴുതുന്ന ഒരു സമയവും ഒക്കെ ആയതുകൊണ്ട് അവർ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ ആ തോടിൻ്റെ കരയ്ക്കൂടൊക്കെ നടന്നപ്പോൾ ഈ അനന്തൻ അവൻ ചേച്ചി ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെയൊക്കെ കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് ചേച്ചി, അവിടെയൊക്കെ ആ കഞ്ചാവൊക്കെ തിന്നുന്നവരൊക്കെ ഉണ്ട്, നമുക്ക് പോകണ്ട, ഞങ്ങളെ തട്ടിയിട്ടേച്ച് ചേച്ചിയെ കൊണ്ട് പോകും. അത്രയ്ക്ക് അവൻ വളർന്നിരിക്കുന്നു. കാര്യം അവൻ ആ കുഞ്ഞാണെങ്കിലും അവൻ മനസ്സിലാക്കി, അവൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ പാഠമാണത്. അപ്പം ഇങ്ങനെ കഞ്ചാവ് തിന്നുന്നവരെ ചേച്ചിയെ കൊണ്ടുപോകുമെന്ന് പറയാൻ മാത്രം അവനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അവന് അങ്ങനെയുള്ള സാധനത്തെ അവൻ വെറുക്കുകയാണ് കുഞ്ഞിനെ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തെല്ലാം അറിവുകളുണ്ടായിട്ടാണ് അവൻ അത്രയും പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് സമൂഹത്തിലോട്ട് ഇറക്കണം. അപ്പോഴേ ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് കുഞ്ഞുങ്ങൾ പോകാൻ മടിക്കും. എല്ലാ അമ്മമാരുടെ അറിവിലേക്കാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ കുറേശ്ശെയായിട്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ ചോദിക്കും. എൻ്റെ അനുഭവങ്ങളാണ് ഞാനിതിവിടെ പറഞ്ഞത്. എനിക്ക് ഒരുപാട് അറിവുകളുണ്ടായിട്ടല്ല, എൻ്റെ ഈ ഏജ് വരെ വന്ന അനുഭവങ്ങൾ. ഞാൻ 3 പെൺകുട്ടികളുടെ അമ്മയാണ്. അത് കഴിഞ്ഞുള്ള കുഞ്ഞുമക്കൾ അവരെയൊക്കെ നോക്കി എടുത്തുമൊക്കെയുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് പാഠങ്ങൾ പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും പറയാം. സ്കൂളിലെ ഇനിയിപ്പം അനന്തനോട് പറഞ്ഞു കൊടുക്കാൻ അവൻ്റെ അമ്മയ്ക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവൻ മിക്സഡ് ക്ലാസ്സാണ്, പെൺകുട്ടികളൊക്കെ അടങ്ങുന്ന ക്ലാസ്സിലാണ് അവൻ പഠിക്കേണ്ടത്. അപ്പോൾ പീരീഡ്സ് എന്താണെന്നും അതിനെക്കുറിച്ചും, അതൊരു കുട്ടിക്ക് അവൻ്റെ ക്ലാസ്സിലുള്ള അവൻ്റെ ഒരു കൂട്ടുകാരിക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ച് അവരെ കളിയാക്കരുതെന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ, അത് അവനൊരു കൂട്ടുകാരനിൽ നിന്നല്ല അറിയേണ്ട, അവൻ്റെ ഫോണിൽ നിന്നല്ല. ഫോൺ ഒരു കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കരുത്. ഇതെല്ലാം നമ്മൾ ചിട്ടയോടെ ചെറുപ്പത്തിൽ ഈ 5 വയസ്സിലാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. അതിന് മുമ്പേ അറിവുള്ള കുട്ടികളായിപ്പോഴേ ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ്. അതിന് മുമ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അപ്പം തൊട്ടേ കൊടുത്തോണം. ഇത് 15 വയസ്സിൽ കൊണ്ട് കൊടുത്താൽ ഒരിക്കലും അവരിതേക്കത്തില്ല, അവർ നമ്മുടെ പിടിയിൽ നിൽക്കത്തുമില്ല. കുഞ്ഞിലേ തൊട്ട് ദൈവത്തെ കൊടുക്കണം, ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ കൊടുക്കണം. അതോടുകൂടി ഈ കുട്ടികൾക്ക് ആഹാര രീതിയിൽ ഒരുപാട് മാറ്റം വരുത്തണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അത് തന്നെ പിന്നെ മുന്നോട്ടുള്ള രീതികളിലും പോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്ക് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരു വീഡിയോയുമായിട്ട് അടുത്ത സമയം വരാം. ഓക്കേ.